നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊട്ടക്കണക്കിന് കിട്ടുമെന്നും പറഞ്ഞ് ആഗോള അയ്യപ്പ സംഗമത്തിന് സ്റ്റേജ് കെട്ടാൻ കൂടും കുടുക്കയും പൊളിച്ചുകൊണ്ടുപോയ ഊരാളുങ്കലിന് നല്ല ഒന്നാം തരം അടിയാണ് കിട്ടിയിരിക്കുന്നത്. പിണറായി വിജയനെ നമ്പിയതിന് നന്നായിട്ട് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ജനങ്ങൾ ഇപ്പോൾ ചിരിക്കുകയാണ് ഊരാളുങ്കലിനെയും CPM-നെയും പിണറായിയെയും നോക്കി. അതായത് ആഗോള അയ്യപ്പ സംഗമത്തിൽ നടന്ന മുഴുവൻ കൊള്ളകളും തട്ടിപ്പും പുറത്തായതോടെ കോടതി ഇത് ചോദ്യം ചെയ്തതോടുകൂടി ഇപ്പോൾ നെട്ടോട്ടം ഓടുകയാണ് CPM-കാർ. ഇതിനിടയിൽ ദേവസ്വം ബോർഡിനെ ഊരിയെടുക്കാൻ, അതായത് ദേവസ്വം ബോർഡിൽ നിന്ന് കിട്ടാനുള്ള പണം അങ്ങ് വേണ്ട എന്ന് വെച്ചേക്കൂ എന്നാണ് ഊരാളുങ്കലിനോട് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അതായത് കിട്ടിയതുമില്ല, ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല, കക്ഷത്തിലിരുന്നത് പോയി എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഊരാളുങ്കൽ എത്തിയിരിക്കുന്നത്. വിവാദ ചുഴിയിലായ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ അധിക ചെലവ് സംബന്ധിച്ച തർക്കങ്ങൾക്ക് ഒടുവിൽ നഷ്ടം സഹിക്കൽ ഫോർമുലയിലൂടെ പരിഹാരമാകുന്നു. പരിപാടിയുടെ നടത്തിപ്പുകാരായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ലഭിക്കാനുള്ള കോടികൾ ദേവസ്വം ബോർഡ് നൽകില്ല എന്ന് ഏകദേശം ഉറപ്പായി. കാരണം ബോർഡിൽ നിന്നെടുത്ത് പണം കൊടുത്തു കഴിഞ്ഞാൽ കോടതി പിണറായിയെയും ദേവസ്വം ബോർഡിനെയും എടുത്തിട്ട് കുടയും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ നഷ്ടങ്ങൾ അങ്ങ് സഹിച്ചോളൂ എന്നാണ് ഊരാളുങ്കലിനോട് പിണറായി ഉത്തരവിട്ടിരിക്കുന്നത്. നയാ പൈസ ഇനി ദേവസ്വം ബോർഡിൽ നിന്ന് ഈ പേരും പറഞ്ഞെടുക്കാൻ ദേവസ്വം ബോർഡ് അധികാരികൾക്കോ സർക്കാർ സമ്മർദ്ദം ചെലുത്തിയാൽ പോലും എടുക്കാൻ കഴിയില്ല. ജയകുമാർ നയാ പൈസ കൊടുക്കില്ല എന്നുള്ളത് സാരം. അധികമായി വന്ന 2.21 കോടി രൂപയുടെ ബാധ്യത ഊരാളുങ്കൽ തന്നെ ഏറ്റെടുക്കുന്നതോടെ സർക്കാർ തലത്തിലുള്ള വിവാദങ്ങൾക്ക് വിരാമമാകും. സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ച തുക മാത്രം ചെലവഴിച്ചാൽ മതിയെന്ന ഹൈക്കോടതി നിർദ്ദേശം മറികടക്കാതിരിക്കാനാണ് ഊരാളുങ്കലും സർക്കാരും അനൌദ്യോഗിക ചർച്ചകളിലൂടെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വലിയ സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ടായിരുന്നു പമ്പയിലേക്ക് ഊരാളുങ്കൽ എത്തിയത്. 1 സ്പോൺസർഷിപ്പിലൂടെ പണം കിട്ടും, 2 ഖജനാവിൽ നിന്ന് പണം കിട്ടും, 3 ദേവസ്വം ബോർഡിൽ നിന്ന് പണം കിട്ടും. അങ്ങനെ അങ്ങ് പണക്കിഴി നിറയ്ക്കാം, ഊരാളുങ്കലിന്റെ ഖജനാവ് നിറയും എന്നൊക്കെയായിരുന്നു സ്വപ്നം കണ്ടത്. നന്നായിട്ട് കൈയിട്ട് വാരാൻ തന്നെയായിരുന്നു പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ കളിയാകെ മാറി. ടെൻഡർ പോലും ഇല്ലാതെ എല്ലാ പണികളും അങ്ങ് ഊരാളുങ്കലിന് കൊടുക്കുകയായിരുന്നു പിണറായി. നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ കാശ് എത്തുമല്ലോ എന്നുള്ള മനക്കോട്ട കെട്ടിയതാണ് പിണറായി. അതായത് അതിബുദ്ധി കാണിച്ച് അടിയേറ്റിരിക്കുകയാണ് പിണറായിക്ക്. ഒരക്ഷരം പ്രതികരിക്കാൻ പോലും കഴിയാത്ത ഒരു ഗതികേടിലേക്കാണ് ആഗോള അയ്യപ്പ സംഗമ നടത്തിപ്പിന്റെ പിന്നാമ്പുറ കഥകൾ പുറത്തു വന്നതോടെ പിണറായിയും CPM-ഉം എന്തായാലും അധിക തുകയ്ക്കായി ദേവസ്വം ബോർഡിനെ സമീപിക്കില്ല എന്ന് ഊരാളുങ്കൽ അറിയിച്ചതായിട്ടാണ് സൂചനകൾ പുറത്തു വരുന്നത്. സർക്കാർ നിർദ്ദേശം മാനിച്ചാണ് ഇത്. അല്ലാത്ത പക്ഷം വലിയ വിവാദങ്ങളിലേക്ക് ആഗോള അയ്യപ്പ സംഗമം നീങ്ങും. ഹൈക്കോടതിക്ക് കടുത്ത നിലപാടുകൾ എടുക്കേണ്ടി വരും. വിജിലൻസ് അന്വേഷണത്തിന് പോലും സാധ്യത തെളിയും. സംഗമത്തിനായി ആകെ 7.11 കോടി രൂപ ചെലവായെന്നാണ് ഊരാളുങ്കൽ സമർപ്പിച്ച കണക്ക്. എന്നാൽ ദേവസ്വം കമ്മീഷണറുടെ പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം ഇത് 4.5 കോടി രൂപയാണ്. GST ഉൾപ്പെടെ 4.9 കോടി രൂപയെ ബോർഡിന് അനുവദിക്കാനാകൂ. ബാക്കി വരുന്ന തുക ആര് നൽകുമെന്ന ചോദ്യം വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ചെറിയ തോതിൽ നടത്താൻ നിശ്ചയിച്ച പരിപാടി സർക്കാർ ഇടപെടലിലൂടെ വിപുലമാക്കിയതാണ് ചെലവ് കുതിച്ചുയരാൻ കാരണമായത്. സ്പോൺസർഷിപ്പ് തുകയല്ലാതെ ബോർഡിന്റെ തനത് ഫണ്ട് ചെലവഴിക്കരുതെന്ന് കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട്. അധികം വന്ന 2.21 കോടി രൂപ ദേവസ്വം ബോർഡ് നൽകിയാൽ അത് കോടതി അലക്ഷ്യമാകുമെന്ന് നിയമോപദേശം ലഭിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് തുക വേണ്ടെന്ന് വെച്ച് തടി തപ്പാൻ ഊരാളുങ്കൽ തയ്യാറാകുന്നത്. സർക്കാരുമായുള്ള മറ്റ് വലിയ കരാറുകളെ ഈ വിവാദം ബാധിക്കാതിരിക്കാനുള്ള തന്ത്രപരമായ നീക്കം കൂടിയാണിത്. PS പ്രശാന്ത് പ്രസിഡന്റ് ആയിരിക്കെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി പമ്പയിൽ നടത്തിയ സംഗമം സർക്കാർ ഏറ്റെടുത്തതോടെയാണ് ആഡംബരമായി അങ്ങ് മാറിയത്. അതായത് നമ്മൾ ആ തുടക്കം തന്നെ കേട്ടിരുന്നല്ലോ, ഇത് ദേവസ്വം ബോർഡിന്റെ പരിപാടിയാണ് എന്നുള്ളത്. അതായത് വിവാദം വന്ന സമയത്ത് പിണറായിയും കൂട്ടരും പമ്പയിലേക്ക് എത്തുന്നു എന്നുള്ള ഘട്ടം വന്നപ്പോൾ ഈ പരിപാടിയെക്കുറിച്ചുള്ള വലിയ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. തുടർന്നായിരുന്നു ഇത് സർക്കാരിന്റെ പരിപാടിയല്ല, ദേവസ്വം ബോർഡിന്റെ പരിപാടിയാണ്, പിണറായിയെ അവിടേക്ക് ക്ഷണിച്ചു എന്നൊക്കെ ആയിരുന്നു വാദം മുഴക്കിയത്. പക്ഷെ നമ്മൾ കണ്ടതായിരുന്നു ആ വേദിയിൽ പിണറായി വിജയന്റെ തല ഫുൾ ഫിഗർ നമ്മൾ കണ്ടത്. അങ്ങനെ ഇതൊരു സർക്കാർ പരിപാടിയായി മാറിയതോടെയാണ് പിണറായി ആണല്ലോ എത്താൻ പോകുന്നത്, അതുകൊണ്ടാണ് അങ്ങ് വിപുലീകരിച്ചത്. പക്ഷെ വിപുലീകരിച്ച് 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. സംഭവം കോടതി വരെ കയറുമെന്ന് ഇവരാരും കരുതിയില്ല. ദേവസ്വം ബോർഡിൽ നിന്ന് 1 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കണമെന്ന് കോടതി കട്ടായം പറഞ്ഞതോടുകൂടിയാണ് എല്ലാ തുകയും തിരികെ ദേവസ്വം ബോർഡിലേക്ക് എത്തിച്ചത്. അങ്ങനെയാണ്
ഊരാളുങ്കലിന് കിട്ടാനുള്ള തുക വെള്ളത്തിലായത്. ഇനി അതങ്ങ് സഹിച്ചോളൂ എന്ന് പിണറായി പറയുകയും ചെയ്തു. ചെലവായ തുകയുടെ കൃത്യമായ രസീതുകളോ സ്പോൺസർഷിപ്പ് രേഖകളോ ഹാജരാക്കാൻ ബോർഡിന് സാധിച്ചിട്ടുമില്ല. ഇന്നിപ്പോൾ മറ്റൊരടി കിട്ടിയിരിക്കുന്നത് ജയകുമാർ ബോർഡിന് വലിയ പിഴവുണ്ടായി എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതായത് ആഗോള അയ്യപ്പ സംഗമത്തിൽ പിഴവ് പറ്റിയത് ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയ ആൾക്കല്ല, മറിച്ച് ദേവസ്വം ബോർഡിനാണ് പിഴവ് സംഭവിച്ചത് എന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് ദേവസ്വം ബോർഡിന് വലിയ ഒരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ദേവസ്വം മന്ത്രിയാകട്ടെ തലയിൽ കൈവച്ചിരിക്കുകയാണ്. എന്തായാലും ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് കൊണ്ട് പിണറായിക്ക് എന്താണ് നേട്ടമുണ്ടായത്? കുറെ ചീത്ത പേര് മാത്രമാണ് കിട്ടിയത്. ഒരു നേട്ടവും ഉണ്ടായില്ല. ഒരു പരിപാടി നടത്തിയതിന്റെ പിറ്റേ ദിവസം ശബരിമലയിൽ നടന്ന കൊള്ളയുടെ പൂർണ്ണ വിവരം പുറത്തേക്ക് വന്നു. പിന്നീട് നമ്മൾ കണ്ടതായിരുന്നല്ലോ, മല പോലെ ഓരോ കേസാണ് വന്നുകൊണ്ടിരുന്നത്. ഹൈക്കോടതി നേരിട്ട് കേസ് അന്വേഷിക്കുന്നതോടുകൂടി പിണറായിക്ക് ഒരു മാജിക്കും ഈ കേസ് അട്ടിമറിക്കാൻ കാണിക്കാനും കഴിയുന്നില്ല. അതുകൊണ്ട് തീച്ചൂളയിൽ നിൽക്കുകയാണ്. ഇനി ചില അറസ്റ്റുകൾ നടക്കാനിരിക്കുകയാണ്. അത് സർക്കാരിന്റെ തല പിളർക്കുന്ന അറസ്റ്റുകളായിരിക്കും എന്നുള്ളത് വ്യക്തമാകുകയാണ്. അതിനിടയിലാണ് പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിലെ ആഗോള തട്ടിപ്പ് പുറത്തായതും കോടതി കയറിയത്. എന്തായാലും ഒടുക്കം ഇപ്പോൾ കോംപ്ലിമെന്റ്സിലായിരിക്കുകയാണ്. ഊരാളുങ്കൽ ഞങ്ങൾക്ക് പൈസ വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചോടിയിരിക്കുകയാണ്. എല്ലാ നഷ്ടവും സഹിച്ചോളാൻ ഞങ്ങൾ തയ്യാറാണെന്ന്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.